ചേട്ടാ, എൻ്റെ പേര് ലയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എൻ്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് യൂട്യൂബിൽ. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഇതിലാണ് യൂട്യൂബിൻ്റെ ചാനലിലാണ് ഇട്ടേക്കണത്. അവർ പറഞ്ഞേക്കണത് അവരെ നടുറോഡ് വെച്ച് വീഴ്ത്തി അവരെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കാര്യം നടന്നേക്കുന്നത്. അവർ ഇന്നലെ വന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ വെൽക്കം. നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ നടന്ന ഒരു വൃത്തികേട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ മുക്കും മൂലയും, അതായത് നിങ്ങൾ കുറെ പേര് അറിഞ്ഞു കാണുമായിരിക്കും, ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു വീഡിയോ കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അവര് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ തംബ്നെയിൽ ഇങ്ങനെയാണ്: നടു റോട്ടിൽ ഒരു പെണ്ണിനെ പിച്ചി ചീന്തി മണിക്കൂർ. ഇങ്ങനെ ഒരു സാധനം അവർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പെൺകുട്ടി തന്നെ, ഈ ചാനലിന്റെ ഉടമസ്ഥയായിട്ടുള്ള പെൺകുട്ടി, അവളുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു അവളൊരു എയർ ഹോസ്റ്റസ് എന്തോ ആയിരുന്നു, അവളുടെ ലൈഫ് സ്റ്റൈൽ പരിപാടികളായിരുന്നു അവൾ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇവളിങ്ങനെ 2 വീഡിയോ വന്ന് ചെയ്തു. അതിനകത്ത് രണ്ടാമത്തെ വീഡിയോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന വീഡിയോയുടെ തംബ്നെയിൽ ഇതാണ്: ഒരു പെൺകുട്ടിയെ നടുറോട്ടിൽ മർദ്ദിച്ചതിന് യൂട്യൂബേഴ്സ് ഇങ്ങനെ കണ്ടന്റ് ദാരിദ്ര്യം കാണിക്കരുത്. യൂട്യൂബേഴ്സ് സ്റ്റോപ്പ് ബുള്ളിങ് ഹെയർ ഹസ്ബൻഡ്. ആ പെൺകുട്ടിയെ ഇനി മാനസികമായി ഇതുപോലെ അങ്ങനെ ഒരു സാധനമൊക്കെ കൊടുത്തിട്ടാണ് രണ്ടിനെയും തമ്മിൽ ഞാനിവിടെ വെച്ച് തരാം. അപ്പൊ ഈ 2 വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അധികം ടൈം എടുത്ത് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, കാരണം ഒരുപാട് വീഡിയോ ക്ലിപ്സ് എനിക്ക് കാണിച്ചു തരാനുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു 2 വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ ആദ്യമേ കാണിച്ചു തരാം, എന്താണ് നടന്ന സംഗതി എന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി. ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ ഇട്ട വീഡിയോയിലുള്ള ആ ഒരു കണ്ടന്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എനിക്ക് പേഴ്സണലി സങ്കടമായി പോയി. ആ പെൺകുട്ടിയോട് ആരാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും ചെകിടം അവന്റെ അടിച്ചു പൊട്ടിക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് ഞാൻ ഈ ഒരു ആദ്യത്തെ വീഡിയോ കണ്ടപ്പം ഉറച്ചു നിന്നിരുന്നത്. നിയമത്തെ ചോദ്യം ചെയ്യുക ഒന്നുമല്ല, നമ്മുടെ നിയമപാലകർ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഇടപെട്ട് അവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുന്നില്ല എന്നൊരു കാര്യം അവര് ആ ഒരു വീഡിയോയിൽ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ തുടക്കത്തിൽ ഇങ്ങനൊന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ തള്ളിപ്പറയോ തെറ്റാണെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ടേ, പക്ഷെ ആരെയും ഉപദ്രവിക്കണം എന്നുള്ളൊരു കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഏതൊരു മലയാളിയുടെ ഉള്ളിലുള്ള ഒരു വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയെ പുറത്ത് സമൂഹത്തിലിട്ട് അടിക്കുമ്പോൾ ആ തല്ലിയവനെ ഒന്ന് കൈവെക്കണം എന്ന് ഏതൊരുത്തനും, ഇച്ചിരി ഉറപ്പുള്ള ഏതൊരുത്തനും ഒന്ന് ആഗ്രഹിക്കും. അത് മാത്രമേ ഉള്ളൂ എനിക്കും. എന്തായാലും ഇതാണ് എനിക്ക് ആദ്യമേ തോന്നിയ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയത്. എന്നാൽ ഈ ഒരു വീഡിയോ ആദ്യം ഇവർക്ക് എന്താണ് സംഭവിച്ചത് നിങ്ങൾ അറിയൂ. അതിനുശേഷം ഇവരെ ഉപദ്രവിച്ചവരുടെ സൈഡിൽ നിന്നുള്ള, ഈ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് വീഡിയോ ക്ലിപ്പുകളും കുറച്ച് തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള, നിങ്ങൾക്ക് അറിയായിരിക്കും, അതുൽ വ്ളോഗ്സ്, അതുലിന് ആ ഒരു ഈ സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ അയച്ചു കൊടുത്ത കുറച്ച് ക്ലിപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് എന്തായാലും ഈ ഒരു വിഷയം തുടക്കം നിങ്ങളൊന്ന് കാണാം. ഇപ്പൊ പോലീസുകാർ മൊഴിയെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്ന് വെച്ചിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വീട്ടിലോട്ട് പോയി, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഒരു സ്ത്രീനെ ഇത്രയും വസ്ത്രങ്ങൾ വരെ അഴിച്ച് ഇത്രയും കാണിച്ചു എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാണ്, എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി, എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല, എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഒരാളില്ല സഹായത്തിന്. എനിക്കിതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി ഇനിയിപ്പം പറയാൻ പോകുന്നത് ഈ ഒരു ചാനലിന്റെ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിന്റെ ഉടമസ്ഥയായിട്ടുള്ള ആ ഒരു സ്ത്രീ, ആ ഒരു പെൺകുട്ടിയുടെ കസിനാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ച് ഞാൻ കാണിച്ചെന്ന ക്ലിപ്പിൽ സംസാരിക്കുന്ന ആ ഒരു വ്യക്തി. അപ്പോ ഇവരെ ആരാണെങ്കിലും എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും ഈ ഒരു സ്ത്രീയെ കൈവച്ചിട്ടുണ്ടെങ്കിൽ എന്തുമായിക്കോട്ടെ റീസൺ, ആ ചെയ്തത് തന്തയില്ലായ്മ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുക. അധികം മോശമായിട്ട് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് അറിയാം, എനിക്ക് അത്രയ്ക്കും നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ടുള്ള പരിപാടികൾ ഇവിടെ ആളുകൾ കാണിക്കുമ്പോൾ അവരെ മാത്രമേ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഞാനൊന്ന് വിശേഷിപ്പിക്കുകയുള്ളൂ. കാരണം വിശേഷിപ്പിക്കണം, ഇങ്ങനെ തന്നെയാണ് ആ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കേണ്ടത്. ഈ ഒരു സ്ത്രീയെ അയാൾ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിലായില്ല, അത് എന്തിന്റെ റീസണിന്റെ പേരിലാണെങ്കിലും ശരി, ഈ ഒരു സ്ത്രീ ഇനി അവരെ ഒരു വ്യക്തി ഒരു പുരുഷനെ തല്ലുകയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതിന്റെ പുറത്താണെങ്കിൽ പോലും ആ ഒരു പുരുഷൻ ഇവരെ തിരിച്ച് കൈവച്ചിട്ടുണ്ടെങ്കിൽ
അത് മോശം തന്നെയാണ്. ഇവരാണ് ആദ്യമേ ഉപദ്രവിച്ചതെങ്കിൽ നേരെ കൊണ്ട് കേസ് കൊടുക്കുക. ഇവരെ തല്ലാൻ അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ തന്നെ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്, സ്ത്രീ ഒരു ഇപ്പൊ ഈ കരാട്ടയും ബ്ലാക്ക് അല്ലെങ്കിൽ എന്താ കുംഫു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സ്ത്രീകൾക്ക് ചിലപ്പോൾ നല്ല കൈക്കൊക്കെ നല്ല ആരോഗ്യമായിരിക്കും. അതല്ലാത്ത ഒരു സാധാരണ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഫിസിക്കലി അത്ര നമ്മുടെ ഒരുത്തൻ നല്ല രീതിയിൽ ഒരു പൊട്ടിയിൽ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വീഴാനുള്ളതേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാവുന്ന കാര്യം. അത് നമുക്ക് അറിയാമെങ്കിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയെ അങ്ങനെ ചെയ്യരുത്, എന്തിന്റെ പേരിലാണെങ്കിലും എന്നുള്ളതാണ് എന്റെ ആദ്യം ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നിയ എന്റെ അഭിപ്രായം. ഇപ്പോഴും ഞാൻ അഭിപ്രായം തന്നെ നിൽക്കുന്നു. ബാക്കി എന്നാലും ഇനി ഈ ഒരു ചാനലിന്റെ ഉടമസ്ഥ പറയുന്നത് നിങ്ങൾ കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കാരണം എൻ്റെ വീട്ടിലെ എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന എൻ്റെ ഏറ്റവും ബന്ധത്തിലുള്ള ഒരാളെ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട് പോലീസുകാർ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. നടു റോഡിൽ അതിലേക്ക് ഞാൻ വരാം, ആരാണ് എന്താന്നുള്ളതൊക്കെ. അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ്. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ആളെ. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ്. ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വത്ത് തർക്കവും അതും ഇതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇന്നുണ്ടായ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജാണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരനിൽ നിന്ന്, അതായത് എൽഡർ ബ്രദറിൻ്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക, കയറി ചെന്ന്, അതുപോലെ തുണി പിടിച്ച് കീറുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായാലും ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം, ആണുങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ലീഗലി പോകണം. ഒരിക്കലും ഒരു പെണ്ണിൻ്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും. അതും ഒരു 3 കുട്ടികളുടെ അമ്മയാണ്. ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ FIR ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇന്ന് എഗെയിൻ ഈവനിങ് ആയപ്പോൾ വീട്ടിൽ കയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിച്ച് ചീന്തുകയും അതേപോലെ തന്നെ വലിച്ചു കീറി അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടാവും, കറക്റ്റ് സമയം എനിക്കറിയത്തില്ല. പുറകിൽ നിന്ന് 3 പേര്, ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ 2 ആൾക്കാരും കൂടെ പുറകിൽ നിന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ്. ഹെൽമെറ്റിന് അടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി, അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി, അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി. ഈ കൈക്കുഞ്ഞുള്ള 3 പിള്ളേരുടെ അമ്മേനെ, 3 പിള്ളേരുടെ അമ്മയായ ആരും ആയിക്കോട്ടെ, എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം. നടു റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു, ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിള്ളേരെ ഒന്ന് കൊണ്ടുപോകാൻ ചോദിച്ചിട്ട്. എനിക്കിപ്പോൾ ഞാൻ കാരിയിങ് ആയിട്ടിരിക്കുന്ന കാരണം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഹസ്ബൻഡും പപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി. കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച കണ്ടിട്ട് ഇവർ ഇറങ്ങുന്നത്. എനിക്കപ്പം ആദ്യം ഈ ഒരു വിഷയത്തിൽ ഈ വീഡിയോ ഇട്ട ഈ ഒരു ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു ചാനലിന്റെ ഉടമസ്ഥയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയും കഥകൾ പറഞ്ഞു, ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഞാൻ കുടുംബ പ്രശ്നത്തിന്റെ ഇടയ്ക്കിലേക്ക് മറ്റേ ഊഴ്ന്നു വരാനൊന്നും എനിക്ക് താല്പര്യമില്ല, അത് ഞാൻ ചെയ്യുന്നുമില്ല. പക്ഷെ എന്റെ ഒരു സംശയമാണ്, നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ആദ്യമേ ആ ഒരു സ്ത്രീയെ വീട്ടിൽ വെച്ച് മർദ്ദിച്ചു, അതിനുശേഷം പോലീസിനെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു, അതിനുശേഷം വീണ്ടും ഇവർ ആശുപത്രിയിൽ വന്നു. ആശുപത്രിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആശുപത്രിയുടെ വെളിയിലിട്ട് മർദ്ദിച്ചു. അപ്പൊ 2 പ്രാവശ്യം മർദ്ദിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഈ 2 പ്രാവശ്യം മർദ്ദിച്ചതും നിങ്ങൾ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ 2ാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിന്റെ വെളിയിലിട്ട് അടിച്ചു, അതുപോലെ തന്നെ ഹെൽമെറ്റിനെ തല്ലി, സെക്യൂരിറ്റി നോക്കിക്കൊണ്ട് നിന്നു. ഇതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഒന്നുമല്ല ഞാൻ ഇവിടെ പറയുന്നത്, പക്ഷെ എന്റെ ഒരു സംശയമാണ്, നിങ്ങൾ ഇത് പറയുന്നുണ്ട്. ഇത് ഞാൻ എടുത്ത് പ്രത്യേകിച്ച് ഈ ഒരു പോയിന്റ് നോട്ടീസ് ചെയ്ത് നിങ്ങളോട് കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ഇവരിത് പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. അവർ ക്യാരിയിങ് ആണ്, അതുകൊണ്ട് അവര് കണ്ടിട്ടില്ല എന്നൊരു കാര്യം വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അവരുടെ ഭർത്താവും അച്ഛനും കൂടെ പോയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് എന്ന് ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ എല്ലാവരും നോട്ടീസ് ചെയ്തല്ലോ. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോണം. ഇവരിത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവര് കാണാത്തൊരു കാര്യത്തെ പറ്റിയാണ് അവർ പറഞ്ഞത്. ഓക്കെ, ആദ്യത്തെ അടി അത് അവർ കണ്ടിട്ടില്ല, 2ാമത്തേതും
അവരുടെ ഹസ്ബൻഡും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഫാദറും ഒക്കെ ഈ ഒരു സ്ത്രീയുടെ മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ ആ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴത്തേക്ക് കണ്ട കാര്യം എന്നിവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതാരും മറക്കരുത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ക്ലിപ്പ് കാണിക്കാൻ വിചാരിച്ചായിരുന്നു ഇന്ന് ഇവര് ഇട്ടിരിക്കുന്ന വേറൊരു വീഡിയോ കൂടി അവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഒരു സുഹൃത്ത് യൂട്യൂബർ ആയിട്ടുള്ള അതുലിന് ഈ ഒരു പയ്യനെ ഈ സ്ത്രീ ഇപ്പം നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഉടമസ്ഥയായിട്ടുള്ള സ്ത്രീ പറയുന്ന ഒരു വ്യക്തി, ഈ ചേച്ചിയെ, ആ ഒരു മഞ്ഞ ഡ്രസ് ഇട്ടിരിക്കുന്ന ആ ഒരു സ്ത്രീയെ ഉപദ്രവിച്ച അവരുടെ ഭർത്താവിന്റെ ചേട്ടൻ, ആ ഉപദ്രവിച്ച വ്യക്തിയുടെ മകൻ നമ്മുടെ അതുലിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഇവർ ഈ പറയുന്ന ആദ്യത്തെ അടി, വീട്ടിൽ നടന്ന അടിയുടെ ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം. നിങ്ങളപ്പ കണ്ടല്ലോ, ഭയങ്കര ജെർക്കാണ് വീഡിയോ. എങ്കിൽ പോലും ആ മഞ്ഞ ഡ്രസ് ഇട്ടിരിക്കുന്ന ചേച്ചിയെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അതുപോലെ തന്നെ മുണ്ടെടുത്തൊരു ചേട്ടനെ കണ്ടല്ലോ, അയാളാണെന്ന് തോന്നുന്നു തോമസ് എന്ന് പറയുന്ന വ്യക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും മാത്രമല്ല അടിയുണ്ടാക്കുന്നത്, അവിടെ വേറെയും 1-2 സ്ത്രീകളുണ്ട്. പിന്നെ ഈ മഞ്ഞ ഡ്രസ് ഇരിക്കുന്ന ചേച്ചി തള്ളുമ്പത്തേക്ക് തറയിൽ വീഴുന്നത് ആ മുണ്ടെടുത്തിരിക്കുന്ന ചേട്ടനാണ്. ഇത്രയും പേര് ആ വീഡിയോയിൽ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ മാത്രം ആരൊക്കെയോ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിനകത്ത് സത്യാവസ്ഥയില്ല. എന്തൊക്കെയോ ഞാനിപ്പോ ഈ പറയുമ്പോൾ പോലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ അവിടെ ഉണ്ട്. ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിന്ന് മനസ്സിലായത്, അതായത് ആ ഒരു ചേച്ചിയെ മാത്രമല്ല ആരോ ഉപദ്രവിച്ചിട്ടുള്ളത്, അവരും തിരിച്ചു ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതും കൂടെയൊക്കെ ഈ വീഡിയോ ഇട്ട് ഈ ചേച്ചി പറഞ്ഞപ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിയുടെ മകൻ എടുത്ത വീഡിയോ എന്താണിത്, ഇതും കൂടെ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണമെന്ന് തോന്നി എനിക്ക്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു പരിധിയിൽ കൂടുതൽ ഞാനിപ്പം ഇതിനകത്ത് 2 പേരുടെയും സൈഡിൽ ശരി അല്ലെങ്കിൽ 2 പേരുടെ സൈഡിലും തെറ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഈ തെളിവുകൾ വെച്ചിട്ട് കുറച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ആരെയും ഇവിടെ മോശമായി കാണിക്കാനോ ഒന്നും ഞാൻ നിൽക്കുന്നില്ല. മറിച്ച് നമുക്കറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവരുടെ കുടുംബത്ത് വേറെയും ഉണ്ട്. അതിപ്പോ ഈ വീഡിയോ വന്നിട്ടിരിക്കുന്ന ചേച്ചി പോലും മൊത്തത്തിൽ അറിയണമെന്നില്ല, കാരണം നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അറ്റ് എനി കോസ്റ്റ് ഏതൊക്കെ യൂട്യൂബേഴ്സിന് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഉപദ്രവം നടന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ പോലും ഇതെടുത്ത് റിയാക്ട് ചെയ്യണം, അവർക്ക് നീതി കിട്ടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ നിങ്ങൾ പറയുന്നു പോലീസുകാർ വരുന്നില്ല, പിന്നെ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. അവർ വീണ്ടും പറയുന്നുണ്ട് പോലീസുകാർ അതിനുശേഷം ഇവർ വിളിച്ചിട്ടും വരുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. അവരുടെ ഈ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ, അത് ലേഡി പറയുന്നത് കേട്ടല്ലോ, ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പോലും കേസ് എടുക്കണോ വേണ്ടയോ എന്നൊക്കെയാണ് പോലീസുകാർ ചോദിച്ചത്. അങ്ങനെയുള്ള ടോക്ക് ഉണ്ട്. ഈ ഒരു സാധനം കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, പോലീസുകാരെ തിരിഞ്ഞു നോക്കുന്നില്ല, പോലീസുകാർക്കെതിരെ സംസാരിക്കണം, അവർക്ക് നീതി കിട്ടണം എന്നൊരു സാധനമേ നമ്മൾ എല്ലാവരും വിചാരിക്കുകയുള്ളൂ. ഞാനും അതാ തിങ്ക് ചെയ്തത്. പക്ഷെ ഇങ്ങനൊരു ക്ലിപ്പ് കണ്ടപ്പോഴത്തേക്ക് ഇവർ ഈ പറയുന്ന മാത്രമല്ല, സംതിങ് ഈസ് ബിഹൈൻഡ് ദിസ് എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലേഡി, ഈ ഒരു ചാനലിന്റെ ഉടമസ്ഥ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. യൂട്യൂബേഴ്സിന് ഇട്ടുള്ള ഒരു താങ്ങ് തന്നെയാണത്. അപ്പം അത് വിശദമാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. നേരത്തെ അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞ ആ ഒരു പോയിന്റ് ഒന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെച്ചോളാൻ. കാരണം ഈ 2ാമത് ഹോസ്പിറ്റലിനെ വെളിയിലിട്ട് തല്ലി എന്ന് പറയുന്നതിന് ഇവര് കണ്ടിട്ടില്ല. ഇവര് ജസ്റ്റ് അവരുടെ ഹസ്ബൻഡ് പറയുന്ന വെച്ചിട്ടാണ് അവർ നമ്മളോട് പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചോണേ. അവരാ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് മൊത്തത്തിൽ അങ്ങ് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ അതിന്റെ അവര് തന്നെ പറയുന്നുണ്ട്, തെളിവുകൾ വരുമ്പോഴത്തേക്ക് കൂടുതൽ പറയും. തെളിവുകൾ വന്നിട്ട് അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങളും വന്നിരുന്നു പറഞ്ഞു. ഇത് ഞാൻ പറയാനുള്ള, ഇത് വീണ്ടും പോയിന്റ് ചെയ്യാനുള്ള കാരണം, നിങ്ങൾ യൂട്യൂബേഴ്സിനെ ഇന്ന് കുറ്റം പറഞ്ഞ് ഇന്നത്തെ വീഡിയോയിൽ ഒരു പോർഷൻ ഞാൻ ശ്രദ്ധിച്ചു. എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം, അതൊന്ന് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. റോഡിൽ വെച്ചിട്ട് മർദ്ദിച്ച, അതായത് ഭർത്താവിന്റെ സഹോദരൻ മർദ്ദിച്ച ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അത് കുറേ യൂട്യൂബേഴ്സിന് ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തോന്നും പോലെ യൂട്യൂബിൽ വ്ളോഗിൽ വിളിച്ചു പറയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇല്ലാന്ന് പറയുന്നില്ല, ലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ആളുടെ ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ എന്താന്ന് പോലും നിങ്ങൾക്ക് ആക്ച്വലി അറിയില്ല. അവിടെ ആളെ മർദ്ദിച്ചതും സംഭവങ്ങളും സ്വത്ത് തർക്കത്തിന്റെ പേരിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ, ഹസ്ബൻഡ് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
എനിക്ക് പറയാനുള്ളത്, ബിഫോർ നോയിങ് ദ ട്രൂത്ത് യു ഹാവ് നോ റൈറ്റ്സ് ടു കോൾ സമ്മൺ മൊണ്ണ, അല്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത്, നിങ്ങൾ എന്തിനാ പെണ്ണ് കെട്ടിയത്. ഓൾറെഡി വലിയൊരു ഇഷ്യൂല് മാനസികാവസ്ഥയിൽ ആ പെൺകുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും മതി. ഞാൻ ബാക്കി വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇതിനകത്ത് ഇവര് ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, ഈ മറ്റേ സ്ത്രീയുടെ ഭർത്താവിനെ മൊണ്ണ, അതുപോലെ തന്നെ കുറച്ച് വാക്കുകളൊക്കെ വിളിച്ചു എന്നുള്ളത്. അത് വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഹെലനോ സ്പാർട്ടക്കുട്ടിയാണ്. സ്പാർട്ടക്കുട്ടി ആ വിളിച്ചതിനകത്ത് ഞാൻ സ്പാർട്ടക്കുട്ടിയെ അങ്ങോട്ട് ഒരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഒന്നാമത്തെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, സ്പാർട്ടക്കുട്ടി കാണുന്നുണ്ടെങ്കിൽ കുട്ടിയോടാണ്. കുട്ടി എന്തർത്ഥത്തിലാണ് ബാക്കിയുള്ളവരെ എല്ലാം, പ്രത്യേകിച്ച് ആണുങ്ങളെ കാണുമ്പോൾ ഈ മൊണ്ണ, ഇതിന് മുമ്പത്തെ ചില സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അപ്പൊ തെറ്റുകാരെയാണ് ഇവൾ വിളിക്കുന്നത് എന്നുള്ളൊരു തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവർ മിണ്ടിയിട്ടില്ല. അവൾ പറയുന്നതിനകത്ത് ശരിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കേസില് ഇതിനകത്ത് ഇവരുടെ ഈ ആദ്യത്തെ വീഡിയോയിൽ പോലും ഈ ഹസ്ബൻഡിന്റെ കാര്യം, ഇവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ സ്പാർട്ട ചെയ്ത് മൊത്തത്തിൽ തെറ്റ അങ്ങനല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് ഇവർ ഈ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് ഈ ഭർത്താവിനെ പറ്റി എങ്ങും മെൻഷൻ ചെയ്യുന്നില്ല, ഒരിടത്ത് പോലും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചോദിക്കും, ഇവിടെ റിയാക്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കും, എവിടെ ഭർത്താവ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ആ ഒരു ചോദ്യം ചോദിക്കരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ വീഡിയോയിൽ തന്നെ ക്ലിയർ ആക്കി പറയണമായിരുന്നു. നിങ്ങൾ അത് ചെയ്തിട്ടില്ല, ആ ഭർത്താവിനെ പറ്റിയേ മിണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ആളുകൾ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? കമന്റ് ബോക്സിലൊക്കെ ആളുകൾ ചോദിക്കും. അപ്പൊ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥ നിങ്ങൾ പറയണമായിരുന്നു ആദ്യമേ. ആ ഭർത്താവ് എവിടെ എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയണമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യരുതായിരുന്നു. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പോലും ആ സ്ത്രീക്കെതിരെ, വീണ്ടും ഞാനത് പറയുന്നു, അവർക്കെതിരെ എന്തെങ്കിലും അവരെ ഇതുപോലെ തല്ലിയിട്ടുണ്ടെങ്കിൽ, അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയാണ്, അവർക്കെതിരെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ നടപടി എടുക്കുക തന്നെ വേണം. ആരാണ് ചെയ്തിരിക്കുന്നത് അവർക്കെതിരെ. പക്ഷെ എന്ന് വെച്ചിട്ട് ഇതിനകത്ത് വേറെന്തെങ്കിലും കളികൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം നമുക്ക് ഉന്നയിക്കാം. പ്രത്യേകിച്ച് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കണ്ടല്ലോ, അവരും തിരിച്ചു ഉപദ്രവിക്കുന്നതൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ക്ലിയർ ആയിട്ട് ഉപദ്രവിക്കുന്നത് കാണാവുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ടൊക്കെയാണോ ഇനി പോലീസുകാർ ഇതിനകത്ത് ഇടപെടാത്തത് എന്നും നമുക്ക് അറിയത്തില്ല. ചില മറ്റേ അൽഹുറത്ത് കേസുകളാണെങ്കിൽ പോലീസുകാർ ചിലപ്പം ഇടപെടാനൊന്നും മടിക്കും. കാരണം മാറിയ കേസ് എന്ന് പറഞ്ഞ് അവരും വിട്ടുകളയും. ഇതിനകത്ത് അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് പേഴ്സണലി ഉണ്ട്. പിന്നെ ഹെലന്റെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം, അതും കൂടെ കാണിച്ചേക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതായിപ്പോ അതൊന്ന് കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാൻ രണ്ട് അഭിപ്രായം പറയാം, രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇവരെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം പലയിടത്തും സംഭവിക്കുന്നതാണ്. ഈവൻ ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ്, ഓക്കെ. കാരണം നമ്മൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഒന്നാവും. അത് പേടിച്ചിട്ടായിരിക്കാം പലരും ഇടപെടാണ്ടിരുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ഇവർ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഇവരെ പിടിച്ചു മാറ്റുന്ന സമയത്ത് ഈ സ്ത്രീ പറയുന്നു, ഇതെന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്നാളാരായി? ശശി. അത് പേടിച്ചിട്ടാണ് പലരും ഇടപെടാത്തത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കണ്ണിച്ചോരയില്ലാത്തത് കൊണ്ടായിരിക്കാം. രണ്ട് ഓപ്ഷൻസ് ആർ ദിയർ. ഒന്ന്, ഇടപെട്ട് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്താ പറയല്, പിന്നെ കുറ്റക്കാരാവണ്ട എന്ന് ഉള്ള ഒരു പേടി കൊണ്ടായിരിക്കാം ഇടപെടാണ്ടിരുന്നിട്ടുണ്ടാവുന്നത്. അവസാനം ഹെൽമെറ്റ് വെച്ച് പിന്നെ ദേഹത്തടിക്കുകയും ചവിട്ടുകയും പിന്നെ വസ്ത്രം വലിച്ചു കീറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭർത്താവല്ല കേട്ടോ, ഭർത്താവിന്റെ സഹോദരനാണ്. അപ്പൊ ഈ ഭർത്താവ് എവിടെ? വേർ ഇസ് യുവർ ഹസ്ബൻഡ്? ആ മൊണ്ണേഷ് എവിടെ? ആ മൊണ്ണ എവിടെ അവൻ? സീരിയസ്ലി, നിങ്ങളുടെ ഭർത്താവ് ഒരു മൊണ്ണയാണ്, ഒരു പിന്നെ ശുപ്പാണ്ടിയാണ് എന്നുള്ളതിന്റെ വലിയ ഉദാഹരണമാണിത്. മനസ്സിലായില്ലേ? നിങ്ങളെ ഒരു സ്ഥലത്തും നിങ്ങളുടെ ഭർത്താവിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല വിശ്വാസം നിങ്ങളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും മതി. ഞാനപ്പോ ആദ്യമേ ഹെലൻ ഫസ്റ്റ് പറഞ്ഞ ഒരു കാര്യത്തിൽ തന്നെ പറയാം. ഹെലൻ ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയാം. ചിലപ്പോൾ ഹെലന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കഴിഞ്ഞ, അതായത് ഈ ചിയേഴ്സ് വിത്ത് ആഷിന്റെ ആദ്യത്തെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്, അതായത് പുറത്തു നിന്ന് സെക്യൂരിറ്റി ആണെങ്കിലും ആളുകളാണെങ്കിലും ഈ സ്ത്രീയെ ആരൊക്കെയോ ഉപദ്രവിക്കുമ്പോഴത്തേക്ക് ആരും ഇടപെട്ടില്ല, നോക്കിക്കൊണ്ട് നിന്നേ ഉള്ളൂ എന്ന് അവർ പറയുന്നുണ്ട്. അത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇവർ ആ സ്ഥലത്തില്ല, എന്നിട്ട് ഇവരിത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു എന്നുള്ളതിനുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. ഭർത്താവും ഇപ്പം അവരുടെ ഭർത്താവാണ് പോയത്. അപ്പം ഭർത്താവ് പറയുന്ന കേട്ടിട്ട് ഈ ചേച്ചി വന്നിരുന്ന് ഇങ്ങനെ വീഡിയോയിൽ പറയുമ്പോഴത്തേക്ക് തെളിവും കൂടെ ഒന്ന് വെക്കാറുണ്ട് ചേച്ചി. അതെന്തോ ആയിക്കോട്ടെ. അപ്പം ഇവർ ഈ പറയുന്നത് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഇടപെട്ടില്ല എന്നുള്ള, അപ്പൊ അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണ സഹിതം നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്പാർട്ടക്കുട്ടി. വേറൊന്നും കൊണ്ടല്ല, ഇടപെട്ട് കഴിഞ്ഞാൽ അത് നാളെ പ്രശ്നമാവും. ഇടപെട്ടില്ലെങ്കിലും ഇതുപോലുള്ള വർത്താനങ്ങൾ കേൾക്കേണ്ടി വരും. ഇപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ സ്പാർട്ടയുടെ
അഭിപ്രായം പറയാൻ വന്നപ്പം കിട്ടിയില്ലേ അണ്ണാക്കിന്. ചേച്ചി ചോദിച്ചതിനകത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ലൈക്ക് മൊണ്ണേഷ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, കുറെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്പാർട്ട ആ ഒരു വ്യക്തിയെ അവരെ പറ്റി ഈ ചേച്ചി ആണെങ്കിൽ പോലും, ചേച്ചി വാട്ടവർ ഈ ചിയേഴ്സ് വിത്ത് ആഷ് ആണെങ്കിൽ പോലും ആ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി പരാമർശം നടത്തിയിട്ടില്ല. അയാൾ മോശക്കാരനാണെന്നോ അയാൾ നോക്കി നിന്നെന്നോ ഒന്നും പറയുന്നില്ല. അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പാർട്ട ഈ പറഞ്ഞതിനകത്ത് 101% ഞാൻ സ്പാർട്ട കുട്ടിയുടെ കൂടെ തന്നെ നിന്നേനെ, ഞാൻ തള്ളി പറയത്തില്ല പേഴ്സണലി. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് പേഴ്സണലി ആരോടും ഒരു ഒന്നുമില്ല കേട്ടോ, അതറിയാം അവർക്ക് എല്ലാവർക്കും. എന്നാൽ ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ്, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സ്പാർട്ട ഈ പറഞ്ഞതിനകത്ത് 101, ഞാൻ വീണ്ടും പറയുന്നു, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തേനെ. പക്ഷെ ഇത് ഒരാളെ അറിയാതെ, അയാളുടെ പേര് പോലും അവിടെ അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എവിടെയോ നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഇനി അയാൾ ഇനി ഇവരുമായിട്ട് വഴക്കിട്ട് പിരിഞ്ഞു പോയതാണോ, ഇതൊന്നും സ്പാർട്ടയ്ക്കും എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ അയാൾ പിരിഞ്ഞു പോയി നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഭാര്യ വേറൊരുത്തൻ അല്ലെങ്കിൽ അയാളുടെ ചേട്ടൻ അടിക്കുന്നതിനകത്ത് അയാൾ വന്ന് ഇടപെടുവോ? കാരണം അയാൾ ചിലപ്പോൾ അയാളുടെ ഈ ചേട്ടന്റെ കൂടെയാണ് നിൽക്കുന്നതെങ്കിലോ, അപ്പൊ ഇടപെടുവോ? എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള ദ്രോഹികളും ഉണ്ട് ഇവിടെ, ഇല്ല എന്നല്ല പറയുന്നത്, അങ്ങനെയുള്ളവന്മാരും ഉണ്ട് ഇവിടെ. ഇനിയപ്പോ എന്തായാലും നമ്മുടെ ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ ഉപദ്രവിച്ച അവരുടെ ഭർത്താവിന്റെ ചേട്ടനായിട്ടുള്ള ആ ഒരു വ്യക്തിയുടെ മകൻ നമ്മുടെ അതുലിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, കുറച്ച് വോയിസ് നോട്ട്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം. അതുപോലെ തന്നെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യമേ കാണിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അത് കാണിക്കുന്നില്ല. ആ വോയിസ് നോട്ട്സ് കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. ഈ വോയിസ് നോട്ട്സ് കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് അന്വേഷിക്കണം. ഇതൊരു കുടുംബപരമായിട്ട് നടക്കുന്ന ഇവരുടെ ഈ സ്വത്ത് തർക്കം അതുപോലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന്റെ പേരിൽ വരുമ്പത്തേക്ക് ഒരു സ്ത്രീ ഇന്ന് മുതിർന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പരിപാടിയും ഇവിടെ നടക്കും, ഏതൊരുത്തനും അകത്തു പോകും എന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ എല്ലാവരും ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അന്വേഷണം ഈ ഒരു വിഷയത്തിൽ വേണം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള എന്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. ഇനി എന്താണ് നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേക്ക്. ചേട്ടാ, എൻ്റെ പേര് ലയൻ തോമസ് എന്നാണ്. ഈ തോമസ് ജോസ് പറഞ്ഞ ആളുടെ മോനാണ്. എൻ്റെ പപ്പയ്ക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഈ യൂട്യൂബിൽ. ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞ ഇതിലാണ് യൂട്യൂബിൻ്റെ ചാനലിലാണ് ഇട്ടേക്കണത്. അവർ പറഞ്ഞേക്കണത് അവരെ നടുറോഡ് വെച്ച് വീഴ്ത്തി അവരെ അടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കാര്യം നടന്നേക്കുന്നത്. അവർ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് അവരുടെ അമ്മ ആദ്യം തുടങ്ങി. അമ്മയാണ് ഈ അവിടെ വീഡിയോയിൽ കിടക്കണ ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞാൽ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ കിടക്കണ ആളുടെ അമ്മയാണ് വന്നാണ് എല്ലാം തുടങ്ങിയേക്കുന്നത്. അമ്മയാണ് എൻ്റെ അപ്പനെ അവരെല്ലാവരും കൂടി ചേർന്ന് അത് ഗമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോലീസിനൊക്കെ വിളിച്ച് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പനെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവിടെ അവരുടെ മോൻ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ബൈക്കൊക്കെ റേസ് ചെയ്ത് എൻ്റെ അപ്പൻ്റെ നേരെ വന്നു. അപ്പം മാറിക്കൊടുത്തു. എന്നിട്ട് അവരുടെ അമ്മ പോലും മാറാൻ സമ്മതിച്ചില്ല. എന്നിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറി. ആദ്യം അവരാണ് എൻ്റെ അപ്പൻ്റെ ഡ്രസ്സ് കീറിയത്. അവരുടെ ഡ്രസ്സ് കീറിയതിൻ്റെ കാരണം ഇന്നലെ നടന്ന വഴക്കിൽ അവരും അവരുടെ ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കിടക്കുന്ന ആളുടെ അപ്പനും അമ്മയും ഭർത്താവും ആളും കൂടിയും എൻ്റെ അപ്പനും മക്കിട്ട് കയറിയപ്പോൾ അവരുടെ ഭർത്താവ് പിടിച്ചു മാറ്റിയപ്പോഴാണ് ആ ഡ്രസ്സ് കീറിയത്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അപ്പനെ അവർ മറിച്ചിട്ടുണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം അവർ കേസ് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് അവർ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അപ്പനാണ് ഇതിൻ്റെ എല്ലാത്തിനെയും ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിനൊന്ന് ഇത് ചെയ്യാനായിട്ടാണ്. ഇതിലത്തെ മഞ്ഞ ചുരിദാറിട്ട ആളാണ് എൻ്റെ അപ്പനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടേക്കുന്നത് അതല്ല, വീഡിയോ ഇട്ടേക്കണേൽ കിടക്കണ ആള്. എൻ്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം ചേട്ടന്. എന്നിട്ട് ഇവരുടെ ഭർത്താവ് എൻ്റെ അപ്പൻ്റെ അനിയനാണ്. എന്നിട്ടാണ് ഇതൊരു പൈസയുടേതാണ്. അത് കഴിഞ്ഞിട്ട് പൈസ അവർ തരുന്നതെന്ന് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ അപ്പൻ്റെ മക്കിട്ട് കയറുന്നത്. ആശുപത്രിയിലും വന്ന് തല്ലി, എല്ലാണ്ടും തല്ലി. അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത് തുടങ്ങുന്ന സമയത്ത് അവരെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്ന് വെല്ലുവിളിച്ച് എൻ്റെ അപ്പനെ പുറത്തേക്ക് ഇറക്കിയിട്ടാണ് അവർ 4 പേരും കൂടിയും ഒരു പെണ്ണുങ്ങളുടെ മുമ്പിൽ എടുത്തിട്ടാണ് അതൊക്കെ ചെയ്തത്. അവരുടെ അമ്മയും അവരും കൂടിയാണ് എൻ്റെ അപ്പനെ ആദ്യം തല്ലിയത്. അപ്പോൾ ഇതിനെതിരെ ഒന്ന് റിയാക്ട് ചെയ്ത് തന്നെ ഒന്ന് സഹായിക്കണം. ഓക്കെ, അപ്പോൾ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ.
ഞാൻ ആദ്യമേ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തന്നല്ലോ. ആ പുള്ളിയും കൂടെ ഇവർ ഉപദ്രവിക്കുന്നത്. ആ ഒരു അടി ഈ ചേച്ചിയും പറയുന്നുണ്ട്. അതായത് ഈ അടി കിട്ടിയ മഞ്ഞ ഡ്രസ് ഇട്ടിരിക്കുന്ന ആ ഒരു ലിറ്റിയോ വോട്ടവോ അവര് പറയുന്നുണ്ട്. അവരെ അവിടെ വെച്ച് തല്ലി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ തല്ലുമ്പത്തേക്ക് വേറെയും കുറെ ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മൊത്തത്തില് എന്താണ് അവര് പറഞ്ഞതിനകത്ത് ഒരുപാട് അങ്ങ് ട്രൂത്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ എവിടേക്കോ എന്തൊക്കെയോ പെശകുകൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. വോട്ടവർ അത് പോലീസുകാരൊന്ന് അന്വേഷിച്ചാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഒരു കുടുംബ പ്രശ്നമാണ്. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഇടപെടാൻ അധികാരമില്ല, നമ്മൾ ഇടപെടുന്നുമില്ല. പക്ഷെ സ്ത്രീകൾക്ക് എന്തുമാകാം, അല്ലെങ്കിൽ സ്ത്രീകൾ ഇപ്പൊ മറ്റേ വീഡിയോയിൽ ആ ഒരു ലേഡി, ആ ഒരു ചാനലിന്റെ ഉടമസ്ഥ പറയുന്നത് കേട്ടു, ഇവിടെ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചാലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഒരു ടാഗ്, ഈ ഒരു സെന്റൻസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. സീരിയസ്ലി എനിക്കൊരു സംശയം ഉണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ആ ഒരു സ്ത്രീക്ക് ഇവിടെ നീതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നീതി അവർക്ക് കിട്ടണം. അവരുടെ കൂടെ നിൽക്കണം. അവരെ ഉപദ്രവിച്ചാൽ അകത്ത് പോവുകയും വേണം. എന്നാൽ ഇതിന്റെ മറുവശവും കൂടെ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം എന്നാണ് ഇവിടുത്തെ നിയമപാലകരോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വീഡിയോ ഇട്ട ചിയേഴ്സ് വിത്ത് ആഷ് ഒരു വീഡിയോ ഇടുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് മാധ്യമങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും അവരിടപെടാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങളൊരു വീഡിയോ ചെയ്തതെന്നുള്ളത്. നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ പുറകെ നിങ്ങളെ വരത്തില്ല ആ ഒരു വിഷയം എടുത്ത് പൊക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് ഇവിടുത്തെ എല്ലാ റിയാക്ഷൻ ചാനൽസ്, ഒട്ടുമിക്ക പ്രമുഖ റിയാക്ഷൻ ചാനൽസ് എല്ലാം എടുത്ത് ഈ ഒരു വിഷയത്തെ സംസാരിച്ച് കഴിയുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടത്തുള്ളൂ. നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് യൂട്യൂബേഴ്സിനെ കുറ്റം പറയുക. ഓക്കെ, യൂട്യൂബേഴ്സ് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ഇത് യൂട്യൂബാണ്, അതുകൂടെ ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കാനാണ് എല്ലാവരും ഇരിക്കുന്നത്. നിങ്ങളും ആ കിട്ടിയ കാര്യം നിങ്ങൾ ഇട്ടത് എന്തിനാ? നിങ്ങൾ പറയുന്നു അത് സോഷ്യൽ മീഡിയ വഴി പത്രക്കാരറിയാൻ വേണ്ടി. അതറിയണമെങ്കിൽ ഇത്രേ ഉള്ളൂ മാർഗം. ഇവിടെ എല്ലാവരും എടുത്തത് റിയാക്ട് ചെയ്യും. അതിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് വരും. അതൊക്കെ മനസ്സിലാക്കണം. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ അത് മനസ്സിലാക്കണം. നാളെ ഈ പറയുന്നത് എനിക്കെതിരെയും വരാം നല്ല കനത്ത നെഗറ്റീവ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരും എത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. എല്ലാവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ നാളെ എടുത്ത് കുത്തി നമ്മളെ വലിച്ച് കീറും ചേച്ചി. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നല്ലതിന്റെ പുറകെ, നല്ലത് വേണമെന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് മുന്നോട്ട് വന്നാലും നെഗറ്റീവ് പറയുന്ന ആൾക്കാർ കാണും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറ. ഞാനിനി ഒന്നും പറയുന്നില്ല. എനിക്കതാ വാ പൊത്തിപ്പോയി. പോലീസുകാർ അന്വേഷിക്കേണ്ട ഒരു കേസ് തന്നെയാണിത്. ഇതിനകത്ത് ആരുടെ സൈഡിൽ തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ആദ്യത്തെ ആ ഒരു സ്ത്രീയുടെ വീഡിയോ മാത്രം കണ്ടപ്പോഴത്തേക്ക് ഞാൻ 101% ഞാൻ ടോട്ടലി അവരുടെ കൂടെ തന്നെയായിരുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് ഒന്ന് രണ്ട് ചെറിയ ഒരു ഇവരുടെ യോജിപ്പില്ലായ്മ ഉണ്ടായിരുന്നുള്ളൂ. പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക്, നമ്മുടെ ഹെലനെ വെച്ച് കീറിയതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചെറിയ യോജിപ്പുകൾ. പക്ഷെ എങ്കിൽ പോലും ഇപ്പോ ഈ ഒരു ഇവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന ആളുടെ സൈഡിൽ നിങ്ങളുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പോലീസുകാർ ഇടപെടുക. ഇതാണ് എന്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.